ഇത് നമ്മുടെ മൈക്ക് വെളിയിൽ എടുത്തതാണ്. ഇത് ലോങ് പ്രസ് ചെയ്യുമ്പം ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഗ്രീൻ കത്തിയാൽ കണക്റ്റ് ആയിട്ടുണ്ടെന്ന് അർത്ഥം. ഇതിപ്പം ജസ്റ്റ് നമ്മൾ മൈക്ക് ഓണാക്കി സംസാരിക്കുന്നതേ ഉള്ളൂ. ഇതിന് 3 ലെവൽ ഓഫ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെന്നാണ് ഇതിൽ കൊടുത്തിരുന്നത്. നമ്മൾ നേരത്തെ ഒരു മാനുവൽ ഉണ്ടല്ലേ, ആ മാനുവലിൽ. അപ്പോൾ നമ്മളിതിനകത്ത് ഒരു തവണ ക്ലിക്ക് ചെയ്താൽ ഒരു തവണ ഇപ്പം ബ്ലിങ്കായി. ഈ ഉണ്ട വന്നത് മറഞ്ഞു പോയോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ ഇത് ഒരു തവണ ബ്ലിങ്കായി. അപ്പം ഒരു തവണ ബ്ലിങ്കായ ഫസ്റ്റ് സ്റ്റേജ് ഓണാണ്. ഇപ്പോൾ ചെറിയൊരു നോയ്സ് ക്യാൻസലേഷൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് അടുത്ത തവണ ഒരു ക്ലിക്ക്, അടുത്തത് വീണ്ടും ചെയ്യുമ്പം 1 2 ഇങ്ങനെ 2 ടൈംസ് ബ്ലിങ്കായി. അപ്പം 2 സ്റ്റേജ്, അതായത് സെക്കൻഡ് സ്റ്റേജിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട് നോയ്സ് ക്യാൻസലേഷൻ്റെ. ഇതിലൊരു ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകുന്ന ചോദിച്ചാൽ ഞാനിത് കാണിക്കുന്ന മുമ്പ് ഞാനൊന്നൊരു ട്രയൽ നോക്കി. എനിക്കങ്ങനെ ഭയങ്കര ഡിഫറൻസ് ഒന്നും ഫീൽ ആയില്ല, പക്ഷേ ചെറിയൊരു ഡിഫറൻസ് ഫീൽ ആയി. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ഇതാണ് ലെവൽ 3. ഇത് നമ്മളിങ്ങനെ ബാക്കിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പം 1 2 3 ഇങ്ങനെ 3 ടൈം ഇപ്പോൾ ബ്ലിങ്കായി. അതായത് ലെവൽ 3 നോയ്സ് ക്യാൻസലേഷൻ. ഇതിലാണ് ശരിക്കുള്ള നോയ്സ് ക്യാൻസലേഷൻ എനിക്ക് ഫീൽ ആയത്. ഞാൻ നോക്കിയപ്പം നമ്മൾ ഈ നോയ്സ് ക്യാൻസലേഷൻ ഇയർബഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ആവുന്ന ഒരു ക്യാൻസലേഷൻ ഇല്ലേ, അത്രയും എനിക്ക് ഈ ലെവലിൽ ഫീൽ ആയി. അപ്പോൾ ശരിക്കും നോയ്സ് ക്യാൻസലേഷനോട് നമ്മൾ വോയിസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജാണ് ബെറ്റർ. പിന്നെ ഞാനിതൊരു ഓപ്പൺ എൻവയോൺമെന്റ് ആണ്. ക്ലോസ്ഡ് എൻവയോൺമെന്റിലാണെങ്കിൽ ഇത് മാറുമോ എന്നുള്ളതും എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പം ഇതാണ് സംഭവം, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി ഇതൊന്നും കൂടെ ലോങ് പ്രസ് ചെയ്താൽ ഇത് ഓഫ് ആവും, ഇല്ലെങ്കിൽ ഒന്നും കൂടെ ഒറ്റ ക്ലിക്ക് ചെയ്താൽ നമ്മൾ തുടങ്ങിയ ഓൺ സ്റ്റേജിലെത്തും. ഒരു നോയ്സ് ക്യാൻസലേഷനും ഇല്ലാത്ത സ്റ്റേജ്. ഇത്രയാണ് ഉള്ളത് ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കണക്ടർ ഞാൻ ആദ്യം കാണിച്ചില്ലേ, അത് നമ്മുടെ ഫോണിൻ്റെ ചാർജിങ് ഏരിയയിൽ കുത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, ബ്ലൂടൂത്ത് കണക്ട് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിതൊരു വീഡിയോയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്, സ്റ്റാർട്ടിങ് അല്ലേ, അതുകൊണ്ട് ഇത് 1000 രൂപയ്ക്ക് ഉള്ളിലാണ് ആയതും. അപ്പോൾ ആ പ്രൈസിന് ഇത് നല്ല വെർത്താണ്, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇതിനേക്കാളും കോസ്റ്റ്ലി ആയിട്ടുള്ളത് ഇതിനേക്കാളും എഫക്റ്റീവ് ആയിരിക്കും. നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് മതി. മെയിനായിട്ട് ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് നോക്കാം ഇനിയുള്ള വീഡിയോസിലൊക്കെ ഇത് എങ്ങനെ ഉണ്ട്, ഇത് വർക്ക് ആവുന്നുണ്ടോ, സംഭവം യൂസ്ഫുൾ ആണോ, എത്രത്തോളം യൂസ്ഫുൾ ആണെന്നൊക്കെ നോക്കാം. വേണമെന്നുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കോ. ഇത് ശരിക്കും 1000 രൂപയ്ക്ക് താഴെ ഇത് ലാഭവുമാണ്. തേർഡ് സ്റ്റേജ് നല്ല സൂപ്പറാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോസിലൊക്കെ കാണാം. ബൈ.